എങ്ങനെയാണ് കാർഡ് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിലാണ്. നമ്മൾ നോക്കി വെച്ചെങ്കിൽ നമ്മുടെ കാർഡിൻ്റെ ബോട്ടം ഹാഫായിട്ട് വരും. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കവർ ചെയ്ത് പിടിക്കുക. നിങ്ങൾക്ക് ഏത് ഹാൻഡാണോ കംഫർട്ടബിൾ അതിനനുസരിച്ചിട്ട് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ തമ്പ് ഇവിടെയും, അപ്പം തന്നെ ഈ 4 ഫിംഗേഴ്സും ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇരിക്കണം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ തമ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ചിട്ട് ഈ കാർഡ് ഫാൻ പെർഫോം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിരൽ ഉപയോഗിച്ചിട്ടാണ് തമ്പ് ഫാൻ പെർഫോം ചെയ്യുകയെങ്കിൽ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് ഭാഗത്തായിട്ട് കാർഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക. നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് സ്പ്രെഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ടേബിൾ സ്പ്രെഡ് ചെയ്യാറ് അതുപോലെ ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. നെക്സ്റ്റ് കാർഡ് ഫാന് കുറച്ചും കൂടി എളുപ്പമുള്ളതാണ്. എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രിപ്പിൽ നമ്മൾ കുറച്ച് കാർഡ് ഹോൾഡ് ചെയ്യുക. ഹാഫ് അല്ലെങ്കിൽ ലെസ് ദെൻ ഹാഫ് കാർഡ്സ് എടുക്കുക. എന്നിട്ട് ഈ ഒരു ഹോൾഡ് ചെയ്യുക. ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ തമ്പുണ്ടല്ലോ, തമ്പ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫിംഗർ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തമ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്മിയർ ചെയ്യണമല്ലോ, സ്പ്രെഡ് ചെയ്യണമല്ലോ. സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മുടെ തമ്പ് മുന്നിൽക്കും അതുപോലെ തന്നെ 4 വിരലുകൾ ബാക്കിലേക്കും, അങ്ങനെ ഈ ഒരു മോഷനിലാണ്. ഇവിടെ നോക്കി വെച്ചാൽ നമ്മുടെ തമ്പ് മുന്നിലേക്കാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 4 ഫിംഗേഴ്സും ബാക്ക്വേർഡിലേക്കാണ്. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫാനാണ്. അതിന് നമ്മൾ ഡ്രിബിൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഡ്രിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രിപ്പിൽ തമ്പ് ബോട്ടം കോർണറിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഓരോന്നായിട്ട് റിലീസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. നമ്മുടെ ഫിംഗർ നെയിൽ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഇവിടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഈ ഒരു ഡ്രിബിൾ മോഷൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കി വെച്ചെങ്കിൽ ഫാന് കംപ്ലീറ്റ് അല്ല. ഫാന് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് സർക്കുലർ മോഷൻ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ 3 കാർഡ് ഫാൻസും പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു ഫ്ലോയിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ചെയ്ത് പഠിക്കുക. ഇതിന് സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് കമ്പൈൻ ചെയ്തെന്ന് മാത്രം.